ആത്മാവ് നിന്റെ ശരീരത്തിൽ നിന്ന് പിരിയുമ്പോൾ 500 മലക്കുകളായി ഇത് പിടിക്കാൻ വരുന്നത് 250 മലക്കുകൾ കാലിന്റെ താഴ്ഭാഗത്ത് നിൽക്കുന്നു, മറ്റേ കാലിന്റെ താഴ്ഭാഗത്തും 250 മലക്കുകൾ നിൽക്കുന്നു. വളരെ സാഹസപ്പെട്ടുകൊണ്ട് അവർ പിടിക്കുന്നു. ആ പിടിക്കുന്ന സമയത്ത് ഈ ആത്മാവ് പിടിക്കപ്പെടുന്ന മനുഷ്യന് അനുഭവപ്പെടുന്നത് എന്താണെന്നറിയുമോ? ഹബീബ് റസൂലുള്ളാഹ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ വിവരിക്കുന്നത് കാണാം. മോനെ, നമ്മുടെ കൂട്ടത്തിലൊക്കെ വലിയ ധൈര്യമുള്ളവരും നല്ല ശക്തിയുള്ളവരും ഏത് പരീക്ഷണങ്ങളും തരണം ചെയ്യുന്നവരും അങ്ങനെയൊന്നും കരയാത്തവരും അങ്ങനെയൊന്നും വ്യാകുലപ്പെടാത്തവരുമുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നു, നല്ലൊരു മുള്ളാണി എടുത്തിട്ട് നിന്റെ കയ്യിന്റെ വിരലിന്റെ നഖത്തിന്റെ ഉള്ളിൽ കൂടി ഒരു ആണി അങ്ങോട്ട് മേൽപോട്ട് തറക്കുകയാണെങ്കിൽ നീ നിസ്സഹായനായിട്ട് നോക്കി നിൽക്കുമോ? നീ സമാധാനത്തോടുകൂടി അവിടെ നിൽക്കുമോ? ഇല്ല. നീ കിടന്ന് കരയൂലേ? പെടഞ്ഞ് കരയൂലേ? അല്ലാ, 2-3 ആളുകൾ നിന്റെ കയ്യും കാലുമൊക്കെ പിടിച്ചിട്ട് ആ നഖത്തിന്റെ ഉള്ളിൽ കൂടി രാണി അങ്ങോട്ട് കയറ്റുമ്പോ നീ കൈകാലുകളിട്ടടിക്കാൻ ശ്രമിക്കും, വാവിട്ട് കരഞ്ഞു പോകും. എന്തൊരു വേദനയാണ്! ഞാൻ നിന്നോട് ചോദിക്കുന്നു, എന്താണ് ആ വേദനയ്ക്കുള്ള കാരണം? അങ്ങനെ വേദനിക്കാൻ എന്താ കാരണം? അല്ലാ, മറ്റൊന്നുമല്ല, ഒരു ഇരുമ്പിന്റെ മുള്ളാണി അങ്ങോട്ട് കയറുമ്പോൾ അത്രയും സ്ഥലത്ത് ആ സ്പേസിൽ നിന്ന് നിന്റെ ആത്മാവൊന്ന് മാറി നിൽക്കുകയാണ്. അത്രയും സ്ഥലത്ത് ആത്മാവൊന്ന് മാറി നിൽക്കുന്ന വേദനയാണെങ്കിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോ അവന്റെ ശരീരത്തിന്റെ എല്ലാ രോമക്കുത്തുകളിൽ കൂടി എല്ലാ ഭാഗങ്ങളിൽ കൂടി ഇതുപോലത്തെ ആണികൾ കയറുന്നത് നീയൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിന്റെ ചെന്നിയിലൂടെ, നിന്റെ നാവിലൂടെ, ചങ്കിലൂടെ, ഓരോ ശരീരത്തിന്റെ ഓരോ രോമക്കുത്തുകളിൽ കൂടി ഇതുപോലത്തെ ആണികൾ കയറുന്നതാ. ആ രൂപത്തിലാണ് അനുഭവപ്പെടുന്നത്. ബുദ്ധിയില്ലാത്തവൻ ചോദിച്ചേക്കാം, വസാലിമാമ് തന്നെ പറയുന്നു, ബുദ്ധിയില്ലാത്തവൻ ചോദിച്ചേക്കാം, ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഇത്ര വലിയ വേദന അനുഭവപ്പെടുന്നുവെങ്കിൽ അവനെന്തുകൊണ്ടാണ് കരയാത്തത്? അവനെന്താ വാവിട്ട് കരഞ്ഞുകൊണ്ട് കൈയും കാലും നിലത്തിട്ടടിക്കാത്തത്? വസാലിമാമിന്റെ മറുപടി, മോനെ, അതിനൊരു കാരണമുണ്ട്. ഒരാൾ നിന്റെ കയ്യിന്റെ നഖത്തിലൂടെ ആടികേറ്റുമ്പോൾ ആ ഒരു സ്ഥലത്ത് മാത്രമേ നിനക്ക് വേദനയുള്ളൂ. നിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം ഫ്രീ ആയതുകൊണ്ട് നിനക്ക് മറ്റുള്ള സ്ഥലം കൊണ്ട് പ്രതികരിക്കാൻ കഴിയുന്നതാണ്. കൈയനക്കാൻ കഴിയും, കാലനക്കാൻ കഴിയും, ആ വാവിട്ട് കരയാൻ കഴിയും. പക്ഷേ മരിക്കുന്ന സമയത്ത് വേദനിക്കാത്ത സ്ഥലങ്ങളില്ല, വേദനയില്ലാത്ത ഭാഗങ്ങളില്ല. അതുകൊണ്ട് അനങ്ങാൻ കഴിയില്ല, കരയാൻ കഴിയില്ല. ഇമാം പറയുന്നു, മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചു തുടങ്ങുന്നത് 2 കൈകളിൽ നിന്നും കാലുകളിൽ നിന്നുമാ. എന്തിനാണതെന്നറിയുമോ? മറിച്ച് മേൽഭാഗത്ത് നിന്നാണ് പിടിക്കുന്നതെങ്കിൽ നീ ഒരു ഭാഗത്ത് കിടക്കൂല, നീ ഒരു ഭാഗത്ത് നിൽക്കൂല. നീ ദുനിയാവ് മൊത്തം വാവിട്ട് കരഞ്ഞുകൊണ്ട് പായുന്നതാണ്. നീ കരയാതിരിക്കാൻ അടങ്ങിയിട്ടൊരു ഭാഗത്ത് കിടക്കാനാണ് നിന്റെ കാലിൽ നിന്ന് തുടങ്ങിയത്, കൈകളിൽ നിന്ന് തുടങ്ങിയത്. ഒരാൾക്ക് പെട്ടെന്ന് നെഞ്ഞുവേദന വന്ന് പൊളയുമ്പോ അതവന്റെ മൗത്തിന്റെ വേദനയാണോ? പേടിക്കേണ്ടതില്ല, അതിന്റെ മരണത്തിന്റെ വേദനയല്ല. സക്കറാത്തുൽ മൗത്ത് അല്ല, മരണത്തിന്റെ വേദനയാണെങ്കിൽ ആ വേദന നിനക്ക് തുടങ്ങുന്നത് നിന്റെ 2 കൈവിരലുകളിൽ നിന്ന്. നിന്റെ 2 കൈവിരലുകളിൽ നിന്ന് വേദന തുടങ്ങിയിട്ട് അവരേത് ഒരു മനുഷ്യന് താങ്ങാവുന്ന വേദന. ആരോഗ്യമുള്ളൊരു മനുഷ്യനാണെങ്കിൽ 40 ടൺ യൂണിറ്റ് വേദനയാണെങ്കിൽ അതിനേക്കാൾ അസഹ്യമായി നിന്റെ വേദന മേൽപോട്ട് കയറി വരുന്നു. നിന്റെ 2 ഷോൾഡറുകളും നിന്നിൽ നിന്ന് പിരിയുകയാണെന്ന് തോന്നുന്നു. ആ ഷോൾഡറിലുള്ള വേദന പതിയെ പതിയെ നിന്റെ കൽബിലേക്ക്, ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ ഉറപ്പിച്ചോ, ഇത് നിന്റെ മരണമാ.
നിന്റെ ഹുങ്കാരങ്ങൾ നിൽക്കുകയോ, നിന്റെ എല്ലാ ശക്തിയും ക്ഷയിക്കുകയോ, നീ ദുനിയാവിനോട് വിട പറയുകയോ? ഇല്ല ഇല്ല, ഇനി നിനക്ക് തിരിച്ചുവരവില്ല, ഇനി കുമ്പസരിക്കാൻ സമയമില്ല, ഇനി തിരുത്താൻ നിനക്ക് സമയമില്ല. നിന്റെ അഹങ്കാരങ്ങൾ നിന്നുപോയി. ഇതിന്റെ അവസാന വേർപാടിന്റെ അനർഘ നിമിഷമാ. ഉറപ്പിച്ച മോനെ, ആ മലക്ക് ആത്മാവിനെ പിടിച്ചിട്ട് ഈ മലക്കുകള് ഹൃദയത്തിൽ കൊണ്ടുപോയിട്ടങ്ങ് വെച്ചാൽ ഹൃദയത്തിൽ നീരാളിപ്പിടുത്തം പിടിക്കുന്നതാണ്. നീരാളിപ്പിടുത്തം പിടിച്ചാല് അതൊരിക്കലും അവിടുന്ന് വരൂല. അപ്പോഴാണ് ബഹുമാനപ്പെട്ട അസ്രായീൽ എന്ന മലക്ക് വന്നിട്ട് അള്ളാ ഇരുമ്പിന്റെ ഒരു കൊക്ക കൊണ്ട് കൊളുത്തിയിട്ട് ആത്മാവ് ഇങ്ങനെ വായിലൂടെ വലിക്കുന്നു. അപ്പോഴേക്കും നിന്റെ വായ പൊളന്നു പോയിട്ടുണ്ട്, നാവോ പരമാവധി പുറത്തേക്ക് വന്നിട്ടുണ്ട്, കണ്ണോ മേൽപോട്ട് മറിഞ്ഞിട്ടുണ്ട്, മൂക്കോ വികസിച്ചു പോയിട്ടുണ്ട്, കൈകളോ തളർന്നു പോയിട്ടുണ്ട്, കാലുകളോ പിളർന്നു പോയിട്ടുണ്ട്. ആ നിലയ്ക്ക് നിന്റെ ആത്മാവ് വലിച്ച് വലിച്ച് ചങ്കിലെത്തുമ്പോ, അന്നനാളവും ശ്വാസനാളവും അടയുമ്പോ, അല്ലാ നീ ചക്രശ്വാസം വലിക്കുകയോ? അതാ വെള്ളമൊഴിക്കുമ്പോൾ വായിലൂടെ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം രണ്ട് ഭാഗത്തിൽ കൂടി പുറത്തേക്കൊഴുകുകയാണ്, ഇറങ്ങൂല. അപ്പോഴാണ് ചെറിയ സ്പൂണ് കൊണ്ട് ഉറ്റിച്ചു കൊടുക്കുന്നത്. അതും ഇറങ്ങാതെ വരുമ്പോ വീണ്ടും തൊണ്ടയടയുമ്പോ മനുഷ്യന്റെ ശ്വാസനാളമെന്ന് പറയുന്നത്, അന്നനാളമെന്ന് പറയുന്നത് വളരെ നേർത്തൊരു നാളമാണ്. അതിനാൽ അത് അടഞ്ഞു പോകുമ്പോ അള്ളാ ശീല കൊണ്ട് നനച്ചിട്ട് ചുണ്ടിങ്ങനെ നനച്ചു കൊടുക്കുന്നു. അങ്ങനെ ആത്മാവ് വലിക്കുന്നു. പരമാവധി നിന്റെ വായും ചങ്കും തുറന്ന് മൂക്കിന്റെ ഓട്ടകൾ വികസിച്ചിട്ട് വായിലൂടെ പുറത്തേക്കങ്ങ് വലിച്ചെടുക്കുമ്പോൾ ഒരു തേനീച്ചയുടെ വലിപ്പമുള്ള ആത്മാവ് കിടന്നിങ്ങനെ പിടയുന്നു. ഹബീബ് പഠിപ്പിക്കുന്നു, അല്ലാ അല്ലാ ആ സമയത്ത് അറുക്കപ്പെട്ട ഒട്ടകത്തിന്റെ മരളൽ പോലത്തെ മരളൽ, ആ നിലക്കാ നീ ശബ്ദം പുറപ്പെടുവിക്കുന്നതെങ്കിൽ മോനെ നിന്റെ മരണത്തിന്റെ ലക്ഷണം നല്ല ലക്ഷണമല്ല. അല്ലാ അല്ലാ ആ സമയത്ത് നെറ്റിത്തടം വിയർത്തതാ നിനക്ക് നല്ല ലക്ഷണമാണ്. അല്ലാ കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊടിയുന്നു, നല്ല ലക്ഷണമാണ്. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ.